കണ്ടോ നമ്മുടെ ഇവിടുത്തെ ചെറുതേനീച്ചതാണ്ടോ പ്രതിഷേധിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, ഉറുമ്പ് എന്തോ കയറിയതാണെന്നതാണ്ടോ. ഈ ഇല്ലിക്കണയിലായിരുന്നു കേട്ടോ അത് ഇരുന്നത്. ഉണ്ട് എന്തോ എന്താ ഇത് കുറേ നാളുകളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നതാണേ. ഇതായിരുന്നു അതിൻ്റെ കൂട്. എന്താ എന്തോ പ്രതിഷേധം നടത്തണ്ട അവരിതാ. പൊന്നൂസേ മാറിക്ക, ചെവിയിലൊക്കെ കയറും. ആ അതാടാ, അത് ശരി. എടാ ഒരു കത്രിക എടുത്തോണ്ട് വന്നേടാ, നമുക്കത് കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഇനി എല്ലാവർക്കും സുഖാണോ? ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. ആ അതങ്ങ് കണ്ടിച്ചോടാ, അതേക്കൂടെയല്ലേ ഉറുമ്പ് കയറണേ. ഞാൻ മാറ്റി കളയാടാ. ഇതിന്റെ തണ്ടേക്കൂടെ, ഈ പയറിന്റെ തണ്ടേക്കൂടെയാല്ലേ. ഉറുമ്പ് കയറുന്ന അതിക്കൂടി കയറണം. അതങ്ങനെ നമ്മൾ കണ്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി കയറിക്കോ. ആ എടാ കയറാൻ തുടങ്ങിയിട്ടുണ്ടടാ, പക്ഷെ അവിടെ ഉറുമ്പ് ഉണ്ടോ, അതിൽ കുറച്ചൊക്കെ കയറണ്ടേ അല്ലേ. പണ്ടൊക്കെ ഇങ്ങനത്തെ ചെറുതേ വെക്കണേ ഉണ്ടല്ലോ, ഇങ്ങനത്തെ ഇല്ലിക്കണേ വെക്കും. പിന്നെ ഈ വീടിൻ്റെ തറയിലൊക്കെ ഉണ്ടല്ലോ മൺകലം, ഈ വീടിൻ്റെ തറയൊക്കെ പൊളിക്കുമ്പോൾ ഒത്തിരി തേങ്ങ കിട്ടൂട്ടോ. പിന്നെ ഈ കറണ്ടിൻ്റെ മെയിൻ സ്വിച്ച് അങ്ങനെ വീട്ടിലങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഒത്തിരി തേങ്ങ കിട്ടിയിട്ടുണ്ട് മെയിൻ സ്വിച്ചിൻ്റെ ഇടയ്ക്കുന്ന്. അപ്പം ഇങ്ങനെ ഈ തറയുടെ ഇവിടെ ഇങ്ങനെ മൺകലത്തിലാണ് വെക്കണം. അങ്ങനെയൊക്കെ ഒത്തിരി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മൺകലം ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടേ അങ്ങനെയും ചെറുതേൻ ഉണ്ടാക്കിയെടുക്കാറുണ്ട് കേട്ടോ. ഈ ഇല്ലിക്കുമ്പം വെച്ചിട്ടേ ഒത്തിരി വർഷങ്ങളായതാട്ടോ, ഒത്തിരി വർഷങ്ങളായി. പിന്നെ ഇങ്ങനെ കലത്തിൽ കെട്ടി തൂക്കിയിട്ടേ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇത് നമ്മുടെ മൺകലം ഇങ്ങനെ കെട്ടി തൂക്കി ചെറുതേൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. അന്നേരമാണ് ഉറുമ്പ് വന്ന് കയറിയത്. കണ്ടോ, ഉറുമ്പ് വന്ന് കയറി പോയതായത്. ഉറുമ്പ് വന്ന് കയറിയതേ കണ്ടില്ല. അപ്പം നമ്മൾ ചെറുതേനൊക്കെ ആകുമ്പോൾ ഏത് തേനാണെങ്കിലും അങ്ങനെ ശ്രദ്ധിക്കണം, ഉറുമ്പൊക്കെ വന്ന് കയറണ്ടോന്ന്. കണ്ടോ എന്താ അടുത്ത ഇത് കണ്ടോ, ഇത് നമ്മുടെ വൻതേൻ്റെ കേട്ടോ. ഇങ്ങനെ 2-3 ഉണ്ട്. അപ്പോൾ ഈ പടത ഇട്ടേക്കണത് വെള്ളം അടിച്ച് കയറാണ്ട്. കണ്ടോ ഇത് കണ്ടോ, ഇത് ഉറുമ്പ് കയറാണ്ട്. ഇപ്പം മഴയായോണ്ടേ മണ്ണൊക്കെ തെറിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇച്ചിരി ഉറുമ്പ് പൊടിയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഈ ഉറുമ്പ് ഭയങ്കര വിഷയക്കാരനാട്ടോ, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉറുമ്പ് വന്ന് കയറി തേനീച്ച പോകും. പണ്ടൊക്കെ ഈ അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ റബ്ബർ തോട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റബ്ബർ തോട്ടത്തിൽ കൂടെയൊക്കെ നിറച്ച് ഇങ്ങനത്തെ റബ്ബർ തോട്ടത്തിൽ കൂടെ വെക്കണ വൻതേൻ്റെ പെട്ടി കേട്ടോ. ഇഷ്ടം മാതിരി ഇങ്ങനെ വെക്കുമായിരുന്നു.